ഇപ്പോൾ വന്ന മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. കൊച്ചിയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ കാണാതായിരിക്കുന്നു. 12 വയസ്സുകാരിയെ കാണാതായത് വൈകിട്ട് 5 മണിയോടെ. കുട്ടി സ്കൂൾ വിട്ട് സൈക്കിളിൽ വരുന്നത് കണ്ടതായി ദൃക്സാക്ഷികൾ പറയുന്നു. വടതല സ്വദേശികളായ ദമ്പതികളുടെ മകളെയാണ് കാണാതായത്. എളമക്കര പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അഞ്ജലി ശ്രീജിത രാജുണ്ട് വിവരങ്ങൾ നൽകാം. അഞ്ജലി, സമയം ഇത്രയുമായി എന്തെങ്കിലും സൂചന കിട്ടുന്നുണ്ടോ? അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? ഇതുവരെയും കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള സൂചനകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിലായി പോലീസ് കുട്ടിക്കായുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. വിവിധയിടങ്ങളിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 5 മണിയോടെയാണ് ഈ 12 വയസ്സുകാരിയെ കാണാൻ. ഈ കുട്ടി സ്കൂൾ വിട്ട് സൈക്കിളിൽ വരുന്നത് ദൃക്സാക്ഷികൾ കണ്ടതായി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് കുട്ടി എവിടെയാണെന്നുള്ള കാര്യം അറിയാൻ കഴിയാത്തത്. വടുതല സ്വദേശികളായിട്ടുള്ള ദമ്പതികളുടെ മകളാണ്, 12 വയസ്സുകാരിയാണ്. സ്കൂൾ വിട്ട് വരുന്ന വഴിയാണ് ഈ കുട്ടിയെ കാണാതാകുന്നത്. എളമക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളൊന്നും കുട്ടിയുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ലഭിച്ചിട്ടില്ല. കുട്ടിയെ അവസാനമായി കണ്ടു എന്ന് പറയുന്നത് ഇവരുടെ വീടിന് സമീപത്ത് തന്നെയാണോ? ഈ പോലീസ് വ്യക്തമാക്കുന്നത് ഈ വഴിയിലൂടെ കുട്ടി വരുന്നത് കണ്ട ആളുകളാണെന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ തിരച്ചിലുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും കൂടുതലായിട്ട് പുറത്തുവിട്ടിട്ടില്ല. ഇതുമായി കുട്ടിയെ ഇത്തരത്തിൽ വരുന്ന വഴിയിൽ കണ്ട ആളുകളാണ് പോലീസിനോട് സൈക്കിളിൽ കുട്ടി വരുന്നത് കണ്ടിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയത്. പക്ഷേ കുട്ടി ഇതുവരെയും സ്കൂൾ വിട്ട് വീട്ടിലേക്ക് എത്തിയിട്ടില്ലെന്ന് പിന്നീട് മാതാപിതാക്കൾ പരാതിപ്പെട്ടതിനെ തുടർന്നാണ് പോലീസ് അന്വേഷണമായി മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴും കുട്ടി എവിടെയാണുള്ളതും ഇതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. വിവിധ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തുന്നുണ്ട് എന്നല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് ആരാണ് എന്താണ് കാര്യങ്ങളൊന്നും പോലീസിന് ഇതുവരെയും വെളിപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ 5 മണിയോടെയാണ് കുട്ടിയെ കാണാതായത്. സമയം ഇത്രയും വൈകി. ഇതുവരെയും പോലീസിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഈ വിവിധ ഭാഗങ്ങളിലായി കൊച്ചിയുടെ പ്രധാന ഏരിയകളായുള്ള റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് തുടങ്ങിയിടങ്ങളിലെല്ലാം പോലീസ് CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഉടൻ തന്നെ കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് പോലീസുകാർ പങ്കുവെക്കുന്നത്. അഞ്ജലി, ഇതിലിപ്പോൾ സൂചിപ്പിച്ചതുപോലെ CCTV ദൃശ്യങ്ങളാണ് ഏറെ നിർണായകമായിട്ടുള്ളത്. അപ്പോൾ ഈ കുട്ടിയെ അവസാനമായി കണ്ട ഇടങ്ങളിൽ നിന്നൊക്കെ സ്വാഭാവികമായും പോലീസ് CCTVകൾ ശേഖരിച്ചിട്ടുണ്ടാകുമല്ലോ ഇതിനോടകം, അല്ലേ? അതെ സായി, തീർച്ചയായും. ഈ പോലീസ് ഇപ്പോഴും, അതായത് CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു വരുന്നുണ്ടെങ്കിലും പക്ഷേ എവിടെയാണ് കുട്ടി എന്നതും കൂടാതെ ആരാണ് തട്ടിക്കൊണ്ടുപോയത് അല്ലെങ്കിൽ എന്താണ് കുട്ടിക്ക് സംഭവിച്ചത് എന്നതിൽ പോലീസിന് ഒരു വ്യക്തത നൽകാൻ കഴിയുന്നില്ല. കുട്ടിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന മറുപടി മാത്രമാണ് പോലീസിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. കൂടാതെ ഈ കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളായി പ്രധാന ഭാഗങ്ങളിലെല്ലാം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് പ്രധാനമായും ഈ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തിയത്. എന്നാൽ ഇവിടെ നിന്നൊന്നും യാതൊരു വിവരവും ലഭിക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് പോലീസുകാർ പങ്കുവെക്കുന്നത്. പക്ഷേ സമയം ഇത്രയും വൈകി. ഇതുവരെയും പോലീസിന് കുട്ടി എവിടെയാണ്, എന്താണ് സംഭവിച്ചതെന്ന കാര്യം വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അഞ്ജലി, ഇതിലിപ്പോൾ ഈ കുട്ടി ഒറ്റയ്ക്കാണോ സ്കൂൾ വിട്ട് വരുന്നുണ്ടായത്? സ്ഥിരമായി വരുന്ന വഴി തന്നെ ആയിരിക്കും അത്, അല്ലേ? അതേ സായി, തീർച്ചയായും കുട്ടി സൈക്കിളിൽ സ്ഥിരമായി വരുന്ന വഴിയാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കൂടാതെ ഈ സൈക്കിളിൽ വരുന്നതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ കൂടെ മറ്റാരും ഉള്ളതായിട്ടൊന്നും പോലീസ് പറഞ്ഞിട്ടില്ല. ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതായത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന മറുപടിയാണ് പോലീസിൽ നിന്നും ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. കൂടാതെ മാതാപിതാക്കളുടെ പ്രതികരണവും തേടേണ്ടതുണ്ട്. ഇതുമായി നിലവിൽ ഈ കുട്ടിയെ എളമക്കര പോലീസ് അന്വേഷണം നടത്തുകയാണ് എന്ന വിവരം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലൊന്നും പറയുന്നില്ല. ഇപ്പോൾ കൊച്ചിയിലാകമാനം ഈ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്, അല്ലേ? അതെ, തീർച്ചയായും. അതായത് കൊച്ചിയുടെ പ്രധാന ഭാഗങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് വിവിധയിടങ്ങളിൽ പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 5 മണിക്ക് കാണാതായ കുട്ടിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇത്ര സമയമായി വിവിധ ഭാഗങ്ങളിലായി പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ കുട്ടി അതായത് സുരക്ഷിത സ്ഥാനത്ത് തന്നെ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. അത്തരത്തിൽ തന്നെയാണ് പോലീസിൽ നിന്നും ലഭിക്കുന്നത്. പക്ഷേ 5 മണിക്ക് കുട്ടിയെ കാണാതായി. ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊന്നും നൽകാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും വിവിധയിടങ്ങളിൽ പരിശോധന നടത്തുന്നു എന്നുള്ള മറുപടി മാത്രമാണ് പോലീസ് നൽകുന്നത്. അഞ്ജലി, ഇതിൽ പോലീസിന്റെ മുന്നിലേക്ക് എപ്പോഴാണ് ഈ പരാതി എത്തുന്നത്? 5 മണിക്ക് സ്ഥിരമായി വീട്ടിലെത്താറുള്ള കുട്ടിയാണ്, ആ സമയത്ത് എത്തിയില്ല. അതിനുശേഷം മാതാപിതാക്കൾ അവരുടേതായ ഒരു അന്വേഷണം കൂടി നടത്തിയതിനു ശേഷമായിരിക്കുമല്ലോ പോലീസിലേക്ക് പരാതിയായി എത്തിയിട്ടുണ്ടാവുക, അല്ലേ?
അതെ, തീർച്ചയായും. അത് ആദ്യഘട്ടത്തിൽ എന്തായാലും മാതാപിതാക്കൾ തന്നെയാണ് കുട്ടിയെ അന്വേഷിക്കാനായിട്ട് ഇറങ്ങിയത്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട വിവരമൊന്നും ലഭിക്കാത്തതിനെ തുടർന്നാണ്, അതായത് കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും കിട്ടാത്തതിനെ തുടർന്നാണ് ഇവർ പോലീസിൽ പരാതിപ്പെട്ടത്. പക്ഷേ 5 മണിക്ക് കാണാതായി അധികം വൈകാതെ തന്നെ മാതാപിതാക്കൾ പോലീസിൽ അറിയിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ സമയം, അതായത് പോലീസ് ഇപ്പോൾ പ്രധാനമായും ഈ കേന്ദ്രങ്ങളല്ല, അതായത് കുട്ടി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ പോലീസും ഈ മാതാപിതാക്കൾക്ക് പിന്നാലെ അന്വേഷിച്ചിട്ടുണ്ട്. പോലീസും കൊച്ചിയിൽ എന്തായാലും എല്ലായിടത്തും വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. സുരക്ഷിതമായി ആ കുട്ടി തിരികെ എത്തട്ടെ എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. ആ പ്രതീക്ഷ തന്നെയാണ് കുടുംബത്തിനും പോലീസിനും ഉള്ളത്. അന്വേഷണം എന്തായാലും ഇപ്പോൾ കൊച്ചിയുടെ വിവിധ ഇടങ്ങളിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട്. അഞ്ജലി ശ്രീധരാജാണ് വിവരങ്ങൾ നൽകിയത്.